യൂട്യൂബ് കുറച്ച് ദിവസം മുമ്പ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നു. ഈ അപ്ഡേറ്റ് ഒരു 90% ആളുകളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതെന്താന്ന് പറയാം. അതിനു മുമ്പ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു സ്റ്റോറി, പിന്നെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്, പിന്നെ ഒരാളുടെ എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ സാധാരണ മറ്റു കാര്യങ്ങൾ, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിൻ്റെ വിശേഷങ്ങൾ. ചില ആൾക്കാർ പറയും എനിക്ക് നിൻ്റെ സ്റ്റോറി ഒന്നും കേൾക്കേണ്ട, എനിക്ക് അപ്ഡേറ്റ് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോറീൻ്റെ പോർഷൻ കുറച്ചൊന്നും സ്കിപ്പ് ചെയ്തിട്ട് ഈ അപ്ഡേഷൻ മാത്രം കേൾക്കുക. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാം. യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കഥയാണ്, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥയാണ്. അതായത് 2 പേര് ഒരു ഗുഹയുടെ ഉള്ളിൽ സ്വർണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഖനനം നടക്കരുത്, ഖനനം എന്നല്ല ഇനി പറയും, ആ പരിപാടി കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ കുഴിച്ച് അവർക്ക് കുറേ സ്വർണം കിട്ടി. കിട്ടാതെ ഒന്നുമില്ല, കുറേ സ്വർണം കിട്ടി. അങ്ങനെ സ്വർണം കിട്ടി അത് നാട്ടിൽ പോയി എല്ലാവരോടും കുറേ പൈസയൊക്കെ വാങ്ങിച്ച് വന്നിട്ട് വീണ്ടും വലിയ രീതിയിൽ ഈ സ്വർണം ഖനനം ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ വീണ്ടും അവർ കുറേ കുഴിച്ച് നോക്കിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പൂർണ്ണമായിട്ടും ഫെയിലായി. കാരണം അവർക്ക് ഒരു സ്വർണവും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഇവർ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാമല്ലോ, സ്വർണം ഖനനം ചെയ്യുന്ന സമയത്ത് കുഴിച്ചെടുക്കുന്ന മണ്ണും മറ്റും മാറ്റാനും അതിൻ്റെ മറ്റു പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ മടുത്തിട്ട് ഇവരെന്ത് ചെയ്തു, ഇത് മൊത്തം ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ അടുത്തുള്ള ഒരു ആക്രിക്കടയിൽ കച്ചവടം ചെയ്തു. അത് ആക്രിക്കടയിൽ കൊണ്ടുകൊടുത്തു. അവരോട് പറഞ്ഞു നമ്മളിങ്ങനെ പോവാണ്, ഇവിടെ ഈ പരിപാടി നടക്കുന്നില്ല, സ്വർണ്ണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് ഓക്കെ, പൈസ കൊടുത്തു പോയപ്പോൾ ഈ ആക്രി കച്ചവടക്കാരന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇയാൾ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. ഇവർ ഖനനം ചെയ്ത ആ സ്ഥലം, ഗുഹേൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്ട്രക്ചർ എൻ്റെ ഡിഫറെൻ്റ് ആണ്. പല രീതിയിലുള്ള സ്ഥലങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗുഹയായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് അവരെ ചുമതലപ്പെടുത്തി. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി എവിടെയൊക്കെയാണ് ഇതിൻ്റെ സ്വർണ്ണം ഉണ്ടാവാൻ സാധ്യത, എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തി. അങ്ങനെ അയാൾ പഠിച്ച ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ട് പ്രകാരം ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നേരത്തെ അവർ കുഴിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3 മീറ്റർ മാറിയിട്ട് കുഴിച്ചു. ഈ കുഴിച്ച സ്ഥലത്ത് സ്വർണം കണ്ടെത്തിയെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്ന രൂപത്തിലുള്ള സ്വർണമാണ് അയാൾ അവിടുന്ന് ഖനനം ചെയ്തെടുത്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കാരണം, നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ പല സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിലവിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി കുറച്ചൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ദശലക്ഷക്കണക്കിന് ഡോളർ കിട്ടാവുന്ന വലിയ സംരംഭമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളെ അപ്ഡേറ്റിലേക്ക് കിടക്കുക. സാധാരണ നമുക്ക് യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യൂസിൻ്റെ കൗണ്ട് അനുസരിച്ചാണ് നമ്മൾ വീഡിയോ വൈറലായോ ഇല്ലെന്നൊക്കെ നോക്കുന്നത്. ഈ കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബ് ചെറിയൊരു ചേഞ്ചസ് വരുത്തി. അത് ചേഞ്ചസ് വരുത്തി എന്തായെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് നമ്മൾ വ്യൂസ് കൗണ്ട് കാണിക്കുമല്ലോ, ഇപ്പം 1000 വ്യൂസ് 2000 വ്യൂസ് എന്ന് കൗണ്ട് കാണിക്കുന്നിടത്ത് അവർ കമൻസ് ആണ്, എത്ര കമൻസ് വന്നു എന്നാണ് അവിടെ കാണിച്ചിട്ടുണ്ടായത്. കുറച്ച് ദിവസമെങ്കിലും, അതായത് 320 കമൻസ് അല്ലെങ്കിൽ 10 കമൻസ് എന്നുള്ളതാണ് കാണിച്ചിട്ടുണ്ടായത്. അതായത് യൂട്യൂബ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് യൂട്യൂബിൻ്റെ കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള ആളുകൾ പറഞ്ഞത്, യൂട്യൂബ് നോക്കുന്നത് ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് ഇവർ ഈ ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ്. അതായത് ഇനി മുതൽ ആളുകൾ എത്ര ആൾക്കാർ നമ്മളെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് റീച്ച് ആവുക. അപ്പം നിങ്ങൾ ഈ സപ്പോർട്ട് ചോദിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത് സബ് ചെയ്യലോ ലൈക്ക് ചെയ്യലോ അല്ല. ലൈക്ക് ചെയ്തോ, ലൈക്കിന് പ്രശ്നമല്ല, ലൈക്കും കമൻറ്റും ഇതാണ് മെയിനായിട്ട്. ഇനി 2025 ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിക്കോ, വരാൻ പോകുന്ന ഇതാണ്. ഏറ്റവും കൂടുതൽ ലൈക്കും കമൻറ്റും ഉള്ള വീഡിയോസാണ് കയറി പോകാൻ പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ജെന്യൂനായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു വീഡിയോയുടെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നല്ല, നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കമൻറ്റ് കാണുകയും നിങ്ങളെ വേണമെങ്കിൽ ചിലപ്പോൾ സബ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ സപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ആൾക്കാർ ചെയ്യും. കാരണം നിങ്ങൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി ആളുകളും അതനുസരിച്ച് വരും. ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് എന്തിന് തുടങ്ങി എന്നുള്ളത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള കമൻറ്റ്സ് നിങ്ങൾ ചെയ്യാം. ഈ വീഡിയോൻ്റെതായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്തിന് തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. മറ്റുള്ളവർ കാണുമ്പോൾ അവർ ഒന്ന് സപ്പോർട്ട് ചെയ്യായിരിക്കും. അല്ല സപ്പോർട്ട് ചോദിച്ചിങ്ങനെ നടക്കുമ്പോൾ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്, അത് നിങ്ങൾ സപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, സപ്പോർട്ട് ആൾക്കാർ തരും.
ഇനി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ഡോക്ടർ ആര്യ എന്നാണ് പേര്. ആളെ ഞാൻ വളരെ നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചു. ഫേസ് കാണിച്ച് വീഡിയോ എടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ എന്തായാലും ചെയ്തേ തീരുമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോക്ക് സാധാരണ കിട്ടുന്ന വ്യൂസിനേക്കാളും കുറച്ച് വ്യൂസ്, അതായത് 145ഓളം വ്യൂസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പം എത്രയെന്ന് അറിയില്ല, ഞാൻ ഇന്നലെ നോക്കിയപ്പോഴാണ് 155 കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഇനി കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം ചെറിയൊരു മാറ്റം വരുത്തുമ്പോഴേക്കും ചാനൽ ഗ്രോ ആവാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങൾ ഫേസൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യാൻ മടിയുള്ളവർ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഫേസ് കാണിച്ച് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് ലിങ്ക് അയച്ചെന്നോളൂ, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. ഇതുപോലെ തന്നെ ഈ ആര്യ ഡോക്ടർ ഇട്ടതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. ഇന്നാൾ പുതുതായിട്ട് ചെയ്യുന്നതാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫേസൊക്കെ കാണിച്ച് പറ്റുന്നവരൊക്കെ മാക്സിമം ചെയ്യുക. പുതിയ കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, എന്നാൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി 1 മാസം കൊണ്ട് ഞാൻ മോണിറ്റൈസ് ചെയ്യുന്ന 2ാമത്തെ ചാനലാണ്. ഞാൻ എങ്ങനെയാണ് 0 to 30 days കൊണ്ട് ഒരു ചാനൽ ഇങ്ങനെ ഗ്രോ ആയത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കോഴ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കോഴ്സ് റെഡി ആവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ നടക്കുന്നത് തമ്പനയിലിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാൻ നമ്പറോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.